ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അമ്പ്രൂനെ പുറത്തേക്ക് ഇറക്കിയിട്ട് ഒരുപാട് കാലമായി. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 3-4-5 ദിവസമായി. എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ആക്ച്വലി സ്പീക്കിംഗ് ഇത് കഴിഞ്ഞ ദിവസത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. നമ്മൾ അമ്പ്രൂനെ കൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലേക്ക് പോയതാണിത്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ബസ് കയറിയിട്ട് വേണം പോകാനായിട്ട്. ഖലീദിയ മോളിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അമ്പ്രൂൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിലേക്ക് പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ലുലു മോളിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ലുലുവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തുടങ്ങും ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കളിക്കാനും ചാടാനും ഓടാനും ഒക്കെ. കുറച്ച് കഴിയുമ്പോൾ ഈ കാലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇരുന്ന് ബോറടിച്ചിട്ടാണ്. പിന്നെ ഓട്ടമാണ്. അങ്ങനെ നമ്മൾ മീൻ വാങ്ങാനാണ് പോയത്. ചെമ്മീൻ കണ്ടോ 25 ദിർഹംസ് ആണ് ആക്ച്വലി. പിന്നെ പുറത്തിറങ്ങി പിന്നെ അവനത് തള്ളിക്കളിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളായി. കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങുന്നതുകൊണ്ട് തന്നെ ഇവനെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക വിരകലായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ അമ്പ്രൂന് ഡയപ്പറും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരു ക്രീം, കംഫർട്ട്, പിന്നെ കുറച്ച് പച്ചക്കറി, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ അപ്പോഴത്തേക്കും ഈ സാധനം കണ്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അട്രാക്ഷനുള്ളൊരു സാധനമാണ്. ഇത് കുട്ടികളെ മാത്രമല്ല അഡൾട്ട്സിനെയും ഈക്വലി അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. 1 ദിർഹംസ് ഇട്ട് അവസാനം അത് 5 ദിർഹംസ് വരെ ആക്കി. എന്നിട്ട് ഒന്നുപോലും കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മുന്നേ ഒരു തവണ എങ്ങാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരം കൊണ്ടാണെന്ന് തോന്നുന്നു. 5 ദിർഹംസ് ഇട്ടിട്ടും പിന്നെ കാര്യമില്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. അമ്പ്രൂന് നല്ല വിഷമമുണ്ടായിരുന്നു ഒന്നും കിട്ടാത്തതിൽ. പിന്നെ നമ്മൾ അമ്പ്രൂൻ്റെ ഡയപ്പർ മാറ്റാനുള്ള ഓട്ടമാണത്. പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ഡയപ്പറൊക്കെ മാറ്റി. മോള് നല്ല മോളാട്ടോ, ശരിക്കും പുറത്തുനിന്ന് കാണാനായിട്ട് ഭയങ്കര അടിപൊളി മോളാണ്. ഈ ഫൗണ്ടെയിൻ കണ്ടിട്ട് അമ്പ്രു കുറച്ച് നേരം നോക്കിയിരുന്നു. വെള്ളം പിന്നെ പ്രാന്താണല്ലോ എനിക്കും അമ്പ്രൂനും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു.